നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായാൽ, നമ്മുടെ മക്കൾ നന്നാവുകയാണെങ്കിൽ അത് നമുക്ക് ഇരുവീട്ടിലും ഗുണമാണ്. ഉമ്മ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ ഏത് മക്കളാണ് വൃദ്ധസദനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു തള്ളുക? നീ മരിച്ചു പോയാൽ നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നിന്റെ മകന് നിനക്ക് കഴിയണ്ടേ? പ്രിയപ്പെട്ടവര്, നീ മരിച്ചു പോയാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് സ്വാലിഹീങ്ങളായ മക്കളല്ലേ? നീ മരണപ്പെട്ടു പോയാൽ നിനക്ക് വേണ്ടി അന്ത്യകർമ്മം ചെയ്യേണ്ടത് നിന്റെ മക്കളല്ലേ? അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നീ മരണപ്പെട്ടു പോയാൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അവസാനിച്ചു പോവുകയാണ്. പക്ഷേ 3 കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. 3 കാര്യങ്ങൾ നീ കബറിൽ ചെന്ന് കിടന്നാലും ഈ 3 കാര്യങ്ങളുടെ പ്രതിഫലം നിന്റെ കബറിലേക്ക് കെട്ടിക്കൊണ്ട് കിടക്കും. ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ മാത ഇബ്നു ആദമ ഇൻഖതഅമലു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ 3 അമലുകളെല്ലാം മുറിഞ്ഞു പോകുന്നു, അവസാനിച്ചു പോകുന്നു. പക്ഷേ 3 കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. സ്വതക്കത്ത് ജാരിയ. ഒന്നാമതായിട്ട് ഈ ദീനീ സദസ്സുകൾ ചെയ്യുന്ന, പാവപ്പെട്ടവന് വേണ്ടി ചെയ്യുന്ന, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന, പള്ളി പരിപാലനത്തിന് വേണ്ടി ചെയ്യുന്ന സ്വതക്കയുണ്ടല്ലോ. ഈ കല്ലൂരിന്റെ കല്ലുവെട്ടിയുടെ മഞ്ഞമലയിലുള്ള പാവങ്ങളെ സഹായിക്കുന്ന ആ സ്വതക്കയുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം അവസാനിക്കുന്നില്ല. മാത്രമല്ല ആ മക്കൾക്ക് പ്രയോജനമുള്ളതായ അറിവുകൾ പഠിപ്പിക്കാൻ വേണ്ടി പള്ളി ദർസുകളിലേക്കോ കോളേജുകളിലേക്കോ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവര്, എങ്ങനെയുമാകട്ടെ ആ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഖബറിലേക്ക് കിട്ടുകയാണ്. അവസാനമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വലദു സാലിഹൻ യദൂലഹു. അവന് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നോമന മക്കളാണ്. അവൻ മരണപ്പെട്ടു പോയി, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളുണ്ടല്ലോ. അങ്ങനെ ഒരു മക്കളെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ, അങ്ങനെയുള്ളൊരു മകനെ സൃഷ്ടിച്ചാൽ കഴിയാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളെ മരിച്ചാൽ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്നതാണ്. പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പരലോകത്തിന്റെ പരദീസയിൽ നീ നിൽക്കുമ്പോ ഒരുപാട് പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങൾ നിന്റെ മുന്നിലിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബി ഹന്നാലി ഹാദിഹി. ഈ പ്രതിഫലമൊക്കെ എപ്രകാരമാണ് എനിക്ക് കിട്ടിയത്? ഈ നന്മകളെല്ലാം എനിക്ക് എവിടെന്നാ കിട്ടിയതെന്ന് ആ പരലോകത്ത് വെച്ച പ്രിയപ്പെട്ടവൻ ചോദിക്കുമ്പോൾ പറയുകയാണ്, നിന്റെ പൊന്നുമോ നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കൊണ്ടാണ്. നിനക്ക് വേണ്ടി പ്രിയപ്പെട്ട പൊന്നുമോ ദുനിയാവിൽ വെച്ച് നീ മരണപ്പെട്ടപ്പോ നിനക്ക് വേണ്ടി ആ പൊന്നുമോ പാപമോചനം തേടിയത് കൊണ്ടാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടാ കാരണമെന്ന് സ്വാലിഹായ മക്കളുടെ പിതാവിനോട് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഈ പൊന്നുമക്കളെങ്ങാനും വഴിപിഴച്ചു പോയാൽ, ഈ പൊന്നുമക്കളെങ്ങാനും തലതിരിഞ്ഞു പോയാൽ, ഈ സമൂഹത്തിനും നാട്ടിനും അത് തലവേദനയായി മാറിയാൽ, ആഭാസനായി കൊള്ളക്കാരനായി മാറിയാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാളെ പരലോകത്തിന്റെ പരദീസയിലേക്ക് അരുണന്റെ കിരണമേറ്റ് ചെമ്പിട്ട താപം കൊള്ളുമ്പോ അവിടെ ഇതാ വീർപ്പിനാ മുങ്ങിക്കുളിക്കുന്ന ദാരുണമായ അവസ്ഥയിൽ പൊന്നോമന മക്കളില്ലേ, അവരെന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന, അവരുടെ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന എന്റെ പ്രിയമുള്ള ഉമ്മ, പൊന്നോമന മക്കൾ നാളെ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ ആതിഹിം മുഅഫൈനി മിനൽ അദാബ്. അല്ലാഹുവേ, ഞാൻ
നശിച്ചു പോകാൻ കാരണം ഈ മാതാപിതാക്കളാണ്. ഞാൻ വഴികേടിലാകാൻ കാരണം ഈ മാതാപിതാക്കളാണ്. രാത്രിയിൽ www.com-ലോട് അശ്ലീല ചിത്രങ്ങൾ കണ്ടുപോയത് ഈ മാതാപിതാക്കൾ മൊബൈൽ വാങ്ങി തന്നത് കൊണ്ടാണ്. ഇവര് ആവശ്യത്തിന് പൈസ തന്നത് കൊണ്ടാണ് സിനിമാശാലകളെ പോയി മണിക്കൂറുകളോളം ഇരുന്ന് സിനിമ കണ്ടത്. അങ്ങനെ അല്ലാഹുവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ കാരണം ഈ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്. ഏത് ശിക്ഷയാണോ അതിന്റെ ഇരട്ടി ഇവർക്ക് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, തലയിൽ വെച്ചാൽ പേലരിക്കുമോ, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമോ എന്ന് നോക്കി വളർത്തുന്ന നമ്മുടെ പൊന്നോമന മക്കളില്ലേ, ആ മക്കളാണ് നാളെ പരലോകത്ത് വെച്ച്, ഈ മക്കളാണ് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിനോട് പറയുന്ന, അല്ലാഹുവേ ശിക്ഷ കൊടുക്കാൻ എന്നല്ല അല്ലാഹുവിനോട് പറയുന്നത്, മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ. മാത്രമല്ല മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുകയാണ്, നജഅൽഹുമാ തഹത ഖദാമിന ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഒരു ജാമകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ തറയിൽ ചെമ്പിട്ട തറയാണ്. ഈ തറയിൽ നിന്ന് വെന്തുരുകുമ്പോൾ ആ മക്കള് പറയുകയാണ്, അല്ലാ ഈ മാതാപിതാക്കളെ ഒന്ന് തറയിൽ ഒന്ന് കിടത്തി തരുമോ, ഞാനൊന്ന് അവരുടെ മുകളിൽ കയറി നിൽക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുകളിൽ കയറി നിൽക്കട്ടെ, എന്നെ പ്രസവിച്ച എന്റെ മാതാവിന്റെ പുറത്ത് കയറി ഞാൻ നിൽക്കട്ടെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെയാകാൻ കാരണം, ഞാൻ വഴിപിഴയ്ക്കാൻ കാരണം ഈ മാതാപിതാക്കളാണ്. അല്ലാ, അതുകൊണ്ട് മാതാപിതാക്കളെ ഒന്ന് തറയിൽ കിടത്തി തരുമോ എന്ന് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ താലോലിച്ച് വളർത്തുന്ന മക്കളുടെ കാര്യമാണ് ഖുർആൻ പറയുന്നത്. നമ്മളോ മനിച്ച് വളർത്തുന്ന, വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും കാര്യമാണ്